ഹലോ എവ്രി വൺ, വെൽക്കം ടു സൺഡേസ് കോർണർ. ഇന്നത്തെ നമ്മുടെ വീഡിയോ 3-year ഗേളിന് വേണ്ടിയിട്ടുള്ള ഒരു പട്ടുപാവാടയാണ്. ഇത് സെമി സർക്കുലർ ആയിട്ടാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. അതിനായിട്ട് ഫസ്റ്റ് മെറ്റീരിയൽ ഡബിൾ ഫോൾഡ് ചെയ്ത് വെക്കുക. അതിനുശേഷം അത് കോണോട് ചേർത്തിട്ട് ഡയഗണലി ഒന്ന് ഫോൾഡ് ചെയ്യുക. അതിനുശേഷം വേസ്റ്റ് മാർക്ക് ചെയ്യുക, ലെങ്ത്ത് മാർക്ക് ചെയ്യുക. എല്ലാ വീഡിയോയിലും തന്നെ ഞാനിത് കാണിക്കുന്നതാണ്. സർക്കുലർ സ്കേർട്ട് കട്ട് ചെയ്യണ പോലെ തന്നെ കട്ട് ചെയ്യുക. വേസ്റ്റ് എത്രയത് 4ആയിട്ട് മടക്കിയിട്ടുള്ളതുകൊണ്ട് വേസ്റ്റിൻ്റെ 4-1 മാർക്ക് ചെയ്യുക വേസ്റ്റിൻ്റെ അവിടെ. അതേപോലെ വേസ്റ്റിൻ്റെ അവിടെ നിന്ന് താഴോട്ട് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അത് മൈനസ് നമ്മൾ കസവ് എത്രയാണോ വെക്കുന്നത്, നമ്മുടെ കസവ് എത്രയാണോ അത് മൈനസ് ചെയ്തിട്ടുള്ള ലെങ്ത്താണ് ഈ സ്കേർട്ടിൻ്റെ ലെങ്ത്തായിട്ട് എടുക്കേണ്ടത്. പിന്നെ നമ്മുടെ കയ്യിലുള്ള ഇലാസ്റ്റിക് എത്രയാണോ ഇഞ്ച് അതിനനുസരിച്ചിട്ട് അതിൻ്റെ ഡബിള് പ്ലസ് ഹാഫ് ഇഞ്ചാണ് വേസ്റ്റ് ബാൻഡ് എടുക്കേണ്ടത്. നമുക്ക് കസവ് കട്ട് ചെയ്യാം. ഇത് എൻ്റെ കയ്യിൽ ഇതിൻ്റെ കസവിൻ്റെ ഈ ഗോൾഡൻ ലേസ് കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ ഗോൾഡൻ ഫാബ്രിക്കിൽ നിന്ന് കസവ് പോലെ കട്ട് ചെയ്തെടുക്കുവാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ അംബ്രല്ല സ്കേർട്ടിൻ്റെ ബാക്കി പോലെ തന്നെ ഈ അംബ്രല്ല കട്ടിൽ തന്നെയാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. ഒരു സർക്കുലർ ഇതുപോലെയാണ്. അപ്പോൾ കുറച്ചുകൂടി ഫ്ലെയർ ആയിട്ട് താഴോട്ട് കിടക്കുമല്ലോ. ഇതിപ്പോൾ അതല്ല, കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലേസ് ആണെന്നുണ്ടെങ്കിൽ അത് താഴോട്ട് ജോയിൻ ചെയ്ത് കൊടുത്താലും മതി. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഫ്ലെയർ കിട്ടും. ഫാബ്രിക് ആണെങ്കിൽ ഇതിങ്ങനെയാണെങ്കിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അത് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ സ്കേർട്ട് പ്ലെയിൻ വൈറ്റാണിത് സ്കേർട്ടിൻ്റെ മെറ്റീരിയൽ. അപ്പോൾ ഇതിൽ ഞാൻ ഫാബ്രിക് പെയിൻറ്റ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് കുറച്ച് പോൾക്ക ഡോട്ട്സ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് നമുക്കത് എവിടെ ഇടേണ്ടതെന്നുള്ളതൊന്ന് മാർക്ക് ചെയ്തെടുക്കുക. അതിനായിട്ട് 3 ഇഞ്ചിൽ താഴോട്ടും സൈഡിലേക്കും 3 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അതിൽ ഇതേപോലെ ഒന്ന് കേർവ് ചെയ്തൊന്ന് വരച്ചെടുക്കാം. പിന്നെ അതിൽ നമുക്കിങ്ങനെ തന്നെ ഈ സ്ട്രെയിറ്റ് ലൈനായിട്ടും 3 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഓരോ 3 ഇഞ്ചിലുമാണ് നമ്മൾ ഈ പോൾക്ക ഡോട്ട്സ് കൊടുക്കാൻ പോകുന്നത്. താഴോട്ടും 3 ഇഞ്ചാണ്, ഇങ്ങനെ സൈഡ് വൈസും 3 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. അതങ്ങനെ നമുക്ക് ഫുള്ള് 3 ഇഞ്ചിൽ മാർക്ക് ചെയ്യാം. അതേപോലെ ഇത് 2 സൈഡിലും ഇതേപോലെ ചെയ്തെടുക്കാം. ഇതിപ്പോൾ നമ്മളിങ്ങനെ ഫുള്ള് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഓരോരോ പോയിൻറ്റിലാണ് നമ്മളിനി ഡോട്ട്സ് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് 4 കളേഴ്സാണ് ഇങ്ങനെ മിക്സ് ആൻഡ് മാച്ച് ചെയ്തിട്ട് 4 കളേഴ്സിലാണ് ഇപ്പം ഡോട്ട് കൊടുക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാനൊരു റൗണ്ടിലുള്ള സ്പോഞ്ച് ബ്രഷാണ് യൂസ് ചെയ്യുന്നത്. ഈ സ്പോഞ്ച് ബ്രഷ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളതിൻ്റെ ലിങ്ക് ഞാനിപ്പോൾ ഐ ബട്ടണിൽ കൊടുക്കാം. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്തോളൂ. ഇതില്ലാന്നുണ്ടെങ്കിൽ നമുക്കത് ഇതാകുമ്പോൾ എളുപ്പമുണ്ടാവും. നമ്മളത് ചുമ്മാ വരച്ച് ടൈം കളയണ്ട. അപ്പോൾ ഇങ്ങനെ പെയിൻ്റ് എടുത്ത് സ്പോഞ്ച് ഇതിൽ ബ്രഷിലാക്കി ഇതേപോലെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ തന്നെ അത് ഡോട്ടായിട്ട് തന്നെ വന്നോളൂ. അങ്ങനെ നമുക്ക് ആദ്യം ഒന്ന് മാർക്ക് ചെയ്യുക എവിടെയൊക്കെയാണ് വേണ്ടതെന്നുള്ളത്. എന്നിട്ട് അതിലെല്ലാം നമുക്ക് ഫസ്റ്റ് കളർ നമുക്ക് പിന്നെ ചെയ്യാം. എന്നുവെച്ചാൽ അതിന് ശേഷം ഞാനത് നമ്മുടെ നോർമൽ ബ്രഷ് വെച്ചിട്ട് ഫ്ലാറ്റ് ബ്രഷ് വെച്ചിട്ട് അത് ഒന്ന് സ്മൂത്തൻ ചെയ്യുന്നുണ്ട്. അതായത് സ്പോഞ്ചിൻ്റെ ടെക്സ്ചർ ഡിഫറെൻ്റ് ആണല്ലോ. അപ്പോൾ അത് ഫാബ്രിക്കിൽ അത് അത്ര നല്ലതല്ല. അപ്പോൾ നമുക്കതൊന്ന് ബ്രഷ് വെച്ചിട്ട് അതൊന്ന് സ്മൂത്തൻ ചെയ്തും കൂടി കൊടുക്കാം. അങ്ങനെ അത് ഫുള്ള് ഒരു കളർ ചെയ്തതിന് ശേഷം അടുത്ത കളർ എടുക്കുക. എന്നിട്ട് അടുത്ത കളർ എവിടേക്കാണ് വേണ്ടത് അതൊന്ന് മാർക്ക് ചെയ്യുക. എന്നുവെച്ചാൽ ഇതേപോലെ അതിൻ്റെ പിന്നെ നമ്മുടെ ബോട്ടിലിൻ്റെ അടപ്പിലേക്ക് തന്നെ ഞാൻ പെയിൻറ്റ് ഒഴിച്ച് വെച്ചാൽ അതിലാണ് ഇത് ഡിപ്പ് ചെയ്യുന്നത്, ബ്രഷ് ഡിപ്പ് ചെയ്യുന്നത്. എന്നുവെച്ചാൽ ഇതിലോട്ട് പ്രസ് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ. അത് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ബ്രഷ് വെച്ചിട്ട് അതൊന്ന് സ്മൂത്തൻ ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമുക്ക് ഈ 4 കളേഴ്സ്, നിങ്ങൾക്ക് എത്ര കളേഴ്സാണ് വേണ്ടതെന്ന് വെച്ചാൽ ഒത്തിരി കളേഴ്സ് അത്ര ഭംഗി ഉണ്ടാവില്ല. ഒരു 3-4 കളേഴ്സ് വെച്ചിട്ട് ഇതിങ്ങനെ ഒന്ന് മിക്സ് ആൻഡ് മാച്ച് ചെയ്തിട്ട് ഇടകലർത്തി ഫുള്ളായിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളത് ഫുൾ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മുടെ ബോർഡർ പിടിപ്പിക്കാം. നമ്മുടെ കസവോ ലേസോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂസ് ചെയ്യുന്നത് അത് നമ്മൾക്ക് ഇതിലോട്ട് അറ്റാച്ച് ചെയ്യാം. അതിൻ്റെ സൈഡിലേക്ക് റോങ് സൈഡിൽ സ്റ്റിച്ച് ചെയ്ത് റൈറ്റ് സൈഡ് ഫേസ് ചെയ്ത് വെച്ച് റോങ് സൈഡിൽ സ്റ്റിച്ച് ചെയ്ത് നമ്മളത് ആഡ് ചെയ്തെടുക്കുകയാണ്, അറ്റാച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമുക്ക് വേസ്റ്റ് ബാൻഡ് പിടിപ്പിക്കാം. വേസ്റ്റ് ബാൻഡ് ഇതേപോലെ നമ്മുടെ ഇലാസ്റ്റിക്കിൻ്റെ ആദ്യം ഞാൻ പറഞ്ഞല്ലോ, അതേപോലെ ഇലാസ്റ്റിക്കിൻ്റെ ഡബിളും, അതായത് ഫോൾഡ് ചെയ്ത് വരാൻ വേണ്ടി ഡബിളും, പിന്നെ നമ്മുടെ സീം അലവൻസിന് വേണ്ടി ഒരു 1/2 ഇഞ്ചും കൂടെ കൂട്ടി എത്രയാണ് നമ്മുടെ ഇലാസ്റ്റിക്കിൻ്റെ ഇത് വെച്ചിട്ട് വേസ്റ്റ് ബാൻഡ് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതേപോലെ അതും വേസ്റ്റ് ബാൻഡും പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് ഇലാസ്റ്റിക്
വെക്കാം. ഇച്ചിരി വീതിയുള്ള ഇലാസ്റ്റിക് ആണെന്നുണ്ടെങ്കിൽ വേസ്റ്റ് ബാൻഡ് കുറച്ചും കൂടി വീതിക്ക് വരും. എൻ്റേത് തീരെ ചെറിയ ഇലാസ്റ്റിക്കാണ്. അത് കുഞ്ഞുങ്ങൾക്കാകുമ്പോൾ കുറച്ച് വിട്ട് കുറഞ്ഞ ഇലാസ്റ്റിക് തന്നെയായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് ആ ഇലാസ്റ്റിക് അതിലേക്ക് ഇട്ടേച്ച് സൈഡ് സീം സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ ഇട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമുക്കത് സൈഡ് സീംസ് സ്റ്റിച്ച് ചെയ്തത് ജോയിൻ ചെയ്യാം. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്കേർട്ട്. വളരെ ഈസി ആയിട്ട് സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. നല്ല ഭംഗിയായിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക്. ഒരു ബോട്ട് നെക്ക് സ്ലീവ്ലെസ് ടോപ്പാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് ബൈ ആൻഡ് ടേക്ക് കെയർ.